ഹലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ നോമ്പ് ഇവിടെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പത്തിരീൻ്റെ മണമാണ് എല്ലാവർക്കും വരിക. പത്തിരി പണി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ വേറെ ഉണ്ടാവും. അപ്പോൾ പത്തിരി പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് വാട്ടലും കുഴക്കലൊക്കെ ഒരൊറ്റ ട്രിക്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കുറേശ്ശെ വേണം ഒഴിക്കാൻ. അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് ആ ഒരു രീതി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന് പറയുമ്പം ഞാനിപ്പോൾ 3 കപ്പ് അരിപ്പൊടിക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം നല്ല കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ശേഷം സ്റ്റൗവിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഒഴിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതേ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടി കൂട്ടി ഇളക്കിയെടുക്കുക. പിന്നെ ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. പക്ഷെ നമ്മൾ സാധാരണ അലുമിനിയം പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുക, പക്ഷെ അടി പിടിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പല ഉപകാരം കേട്ടോ. പത്തിരിൻ്റെ പൊടി കറക്റ്റായിട്ട് വാടി കിട്ടും. പിന്നെ ഇടയ്ക്കുള്ള ആ ഒരു പൊടിൻ്റെ തരിതിരി കുടുങ്ങുന്ന ആ ഒരു പ്രശ്നം അതുണ്ടാവില്ല. അതുപോലെ കൈ പൊള്ളൂല. എന്തിന് പത്തിരിൻ്റെ പൊടി വാട്ടിയ പാത്രം പോലും ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അടിയിൽ നിന്ന് കട്ടായി വരുമ്പോൾ പിന്നെ തുടരെ ഇളക്കി കൊടുക്കും. ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഇതുപോലെ ചട്ടകം വെച്ചിട്ടൊന്ന് അമർത്തി അമർത്തി തിരിച്ചു മറിച്ചിട്ടെടുക്കുക. ഇപ്പം കണ്ടില്ലേ, വാട്ടി കുഴച്ചെടുത്ത മാതിരി ഉണ്ട് കേട്ടോ പത്തിരി. ഇനി എക്സ്ട്രാ ഒരു കുഴക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി മാത്രം കയ്യിലൊരിത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പരത്തി പൊടി തട്ടി ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരീൻ്റെ പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് മുറിയാതെ പരത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല പൊള്ളി നല്ല 2 അറയായിട്ട് നല്ല പഫായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് ലോങ് വീഡിയോസൊക്കെ പോയിട്ട് ചാനലിൽ കയറിയിട്ട് കണ്ടോക്കാം കേട്ടോ.